സർവൈവർ സീരീസ് വാർ ഗെയിമിൽ സെത്ത് റോളൻസ് ആണ് റോമൻ റെയിൻസിന്റെ ടീമിൽ 5ാമതായി വരാൻ പോകുന്നത് എന്നാണ് നമ്മൾ എല്ലാം വിചാരിച്ചത്. എന്നാൽ അങ്ങനെ സംഭവിക്കാൻ ചാൻസ് ഉണ്ടോ എന്നുള്ളത് ഇപ്പോൾ ഡൗട്ട് ആയിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് പറയാം. ഇനി അഥവാ സെത്ത് വന്നിട്ടില്ലെങ്കിൽ മറ്റുള്ള ഓപ്ഷൻ എന്താണ് എന്നും അതുപോലെ സെത്ത് തന്നെയാണോ ആ മാച്ചിൽ വരാൻ പോകുന്നത് എന്നും ഈ വീഡിയോയിൽ പറയാം. അതിനോടൊപ്പം ബെക്കി ലഞ്ചിന്റെ റിട്ടേണിനെ പറ്റിയും ഈ വീഡിയോയിൽ പറയാം. ഇതെല്ലാം നോക്കുന്നതിനേക്കാൾ മുൻപായിട്ട് WWE ഫാൻസ് ഇപ്പോൾ നെറ്റ്ഫ്ലിക്സുമായിട്ട് വളരെ ദേഷ്യത്തിൽ അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സ് വന്നതിൽ വളരെയധികം വിഷമത്തിലാണ് ഉള്ളത്. അത് എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ കുറച്ച് ദിവസം മുൻപ് ജേക്ക് പോൾ വേഴ്സസ് മൈക്ക് ടൈസൺ ഇവർക്ക് തമ്മിലുള്ള മാച്ച് നെറ്റ്ഫ്ലിക്സ് ആപ്പ് വഴി ലൈവായി ടെലികാസ്റ്റ് ചെയ്തപ്പോൾ ആ ഒരു മാച്ച് കണ്ടവർക്ക് നിറയെ ടൈം ലാഗായിട്ടുണ്ടായിരുന്നു. അതായത് മാച്ച് കറക്റ്റായിട്ട് ലോഡ് ആവാതെ അല്ലെങ്കിൽ ഇവർക്ക് കറക്റ്റായിട്ട് ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് പ്രശ്നങ്ങൾ അതിൽ വന്നിരുന്നു. അപ്പോൾ അതെല്ലാം കണ്ടതിന് ശേഷമാണ് WWE ഫാൻസും നെറ്റ്ഫ്ലിക്സ് ഇനി റോ ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് ഈ ടൈപ്പിലെല്ലാം കമന്റ് ചെയ്തുകൊണ്ട് പിന്നീട് ഇതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം നെറ്റ്ഫ്ലിക്സ് പറഞ്ഞിട്ടുള്ളത്, ഞങ്ങൾക്ക് മൈക്ക് ടൈസന്റെ മാച്ച് എല്ലാം ടെലികാസ്റ്റ് ചെയ്തപ്പോൾ ലൈവ് കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല, ഒരുപാട് ലാഗെല്ലാം വന്നിരുന്നു. എന്നാൽ WWE റോ എപ്പിസോഡെല്ലാം ടെലികാസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ മുൻപായിട്ട് ഈ ലൈവ് ടെലികാസ്റ്റ് ചെയ്യുന്ന സമയത്തുള്ള ലാഗും കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഉറപ്പായിട്ടും ഒഴിവാക്കും. അതുകൊണ്ട് WWE റോ എപ്പിസോഡെല്ലാം ടെലികാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒട്ടും ലാഗാവാത്ത ടൈപ്പിലായിരിക്കും ഞങ്ങൾ ലൈവായി ഷോ ടെലികാസ്റ്റ് ചെയ്യുക എന്നെല്ലാം നെറ്റ്ഫ്ലിക്സ് പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ന്യൂസായിട്ട് നോക്കാൻ പോകുന്നത് കുറച്ച് ദിവസം മുൻപ് WWE മുൻ ടാഗ് ടീം ചാമ്പ്യൻസ് ഒക്കെ ആയിരുന്ന സ്ട്രീറ്റ് പ്രോഫിറ്റ്സ് WWE വിട്ട് പോകുന്ന കാര്യത്തെ പറ്റി അല്ലെങ്കിൽ മൗണ്ട് എക്സ്പോർട്ടെല്ലാം ഇന്റർവ്യൂവിൽ പറയുന്നത് അവർ WWE വിട്ട് പോകും എന്ന ടൈപ്പിലാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ശരിക്കും വന്നിട്ടുള്ള ന്യൂസാണ് അല്ലെങ്കിൽ മൗണ്ട് എക്സ്പോർട്ട് കാരണം വന്നിട്ടുള്ള ന്യൂസാണ്. പിന്നീട് എല്ലാവരും വിചാരിച്ചത് ഇവർ ചിലപ്പോൾ WWE വിട്ട് പോയേക്കാം എന്നാണ്. മൊത്തത്തിൽ ഈ ഒരു ടൈപ്പിലാണ് എല്ലാം മുന്നോട്ട് പോയത്. എന്നാൽ നമ്മൾക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഇത് സ്ട്രീറ്റ് പ്രോഫിറ്റ്സ് അല്ലെങ്കിൽ WWE ചെയ്തിട്ടുള്ള ഒരു കാര്യമായിട്ടാണ്. അതായത് ഈ ഒരു ടീമിന്റെ മേലെ ഇപ്പോൾ ഓഡിയൻസിന് വലിയ താല്പര്യമൊന്നും വരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇവർ ഇങ്ങനെ WWE വിട്ട് പോകുന്നു എന്നൊക്കെ പറഞ്ഞാൽ വീണ്ടും ഫാൻസ് ഇവർക്ക് നല്ല അവസരങ്ങളും അതുപോലെ തന്നെ ഇവരെ നന്നായി കാണിക്കാൻ വേണ്ടിയിട്ടെല്ലാം താല്പര്യപ്പെടും. അപ്പോൾ അതിനുവേണ്ടി ചെയ്തിട്ടുള്ള കാര്യമായിട്ടാണ് ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത്. അതല്ലാതെ ഇവർ WWE ഒന്നും വിട്ട് പോവില്ല. ഇവരുടെ കോൺട്രാക്ട് തീർന്നാലും പുതിയ ഡീൽ WWE സൈൻ ചെയ്ത് ഇവർ WWE തന്നെയാണ് വർക്ക് ചെയ്യുക. അപ്പോൾ ഇവർക്ക് നഷ്ടപ്പെട്ടു പോയ ആ ഒരു ഓഡിയൻസിന്റെ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അതല്ലാതെ ഇവർ WWE വിട്ട് പോവില്ല എന്നാണ് പറയുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. ഇപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള പ്ലാൻ ഒന്നും ഇവർക്ക് WWE കൊടുക്കുന്നില്ല. ഇനി നല്ല രീതിയിൽ കാണിക്കാൻ ചാൻസ് ഉണ്ട്. അടുത്തത് ബെക്കി ലഞ്ചിന്റെ റിട്ടേൺ. ബെക്കി ലഞ്ച് WWE വിട്ട് പോയതെല്ലാം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. പിന്നീട് അവർ WWE സംസാരിച്ച് നിറയെ സാലറി എല്ലാം ചോദിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുൻപേ തന്നെ ന്യൂസ് എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയെല്ലാം ന്യൂസൊക്കെ വന്നാലും ബെക്കി ലഞ്ച് എന്നാണ് വരാൻ പോകുന്നത് എന്ന് വെച്ചാൽ ജനുവരി 6-ാം തീയതി നടക്കുന്ന റോ എപ്പിസോഡിൽ ബെക്കി ലഞ്ച് വരാനുള്ള ചാൻസ് ആണ് കൂടുതൽ. അതായത് നെറ്റ്ഫ്ലിക്സ് ഫസ്റ്റ് ടെലികാസ്റ്റ് ചെയ്യാൻ പോകുന്ന റോ എപ്പിസോഡാണ് ജനുവരി 6-ാം തീയതി നടക്കുന്നത്. അപ്പോൾ ഈ ഒരു ഷോ വലിയ ഗ്രാൻഡായിട്ടാണ് നടത്തുന്നത്. അതുകൊണ്ട് ബെക്കി ലഞ്ചും ഇതിൽ വരാൻ ചാൻസ് വളരെയധികം കൂടുതലാണ്. ഈ ഷോയിലാണ് ബെക്കി ലഞ്ചിന്റെ റിട്ടേൺ ഉള്ളത്. ഇനി അവസാനമായിട്ട് റോമൻ റെയിൻസിന്റെ ടീമിൽ സെത്ത് റോളൻസ് വരാൻ പോകുന്ന കാര്യം ഇപ്പോൾ ഡൗട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചില റൂമറെല്ലാം വരുന്നുണ്ട്. അപ്പോൾ അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ സെത്ത് റോളൻസ് പല റോ എപ്പിസോഡുകളിലും ഉസോസ് വന്ന് ചോദിക്കുമ്പോൾ റോമനുമായിട്ട് താൻ ഒരിക്കലും ടീമാവില്ല എന്നും റോമൻ റെയിൻസിന്റെ കൂടെ ഇനി ചേർന്ന് വർക്ക് ചെയ്യില്ല, ഈ ഒരു ടൈപ്പിലൊക്കെയാണ് മൊത്തത്തിൽ പറയുന്നത്. അതായത് റോമനുമായിട്ട് ഒട്ടും ഒന്നിച്ച് പോകാൻ ഇഷ്ടമില്ല എന്നൊക്കെ. എന്നാൽ ഇന്നലെ റോ എപ്പിസോഡിൽ സോളോ സിക്കാവ കാരണം സെത്ത് റോളൻസ് മാച്ച് തോറ്റുപോയി. അപ്പോൾ ഇതെല്ലാം കണ്ടതിന് ശേഷം നമ്മൾക്ക് ഏകദേശം ഉറപ്പായിട്ടുണ്ട് സെത്താണ് സർവൈവർ സീരീസിൽ വരാൻ പോകുന്നത് എന്ന്. എന്നാൽ ഇപ്പോൾ ചില റൂമറിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പോൾ ഹേമന്റെ മുൻപത്തെ റെസ്ലേഴ്സായ ബ്രോക്ക് ലെസ്നർ അല്ലെങ്കിൽ CM പങ്ക് ഇവരിൽ ഒരാൾ സർവൈവർ സീരീസിൽ വരും എന്നാണ്. അപ്പോൾ CM പങ്ക് സർവൈവർ സീരീസിൽ വരാൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ സർവൈവർ സീരീസിൽ CM പങ്കിന്റെ റിട്ടേൺ കാണാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഈ വാർ ഗെയിം മാച്ചിന് വരാനുള്ള ചാൻസ് കുറവാണ്. കാരണം CM പങ്കിന് ഇനി വേൾഡ് ചാമ്പ്യൻഷിപ്പിനുള്ള പ്ലാൻ അതുപോലെ തന്നെ സെത്ത് റോളൻസുമായിട്ടുള്ള മാച്ച് ഇങ്ങനെയെല്ലാം പ്ലാൻ പോകുന്നുണ്ട്. എടുത്ത ഉടനെ CM പങ്ക് ബ്ലഡ് ലൈനിൽ പോയി മത്സരിക്കുമെന്ന് തോന്നുന്നില്ല. പക്ഷെ റൂമറിൽ അങ്ങനെ പറയുന്നുണ്ട്. അതായത് CM പങ്കിനെ നമുക്കവിടെ പ്രതീക്ഷിക്കാമെന്ന്. പിന്നെ ബ്രോക്ക് ലെസ്നറിന്റെ കാര്യമാണ്. ബ്രോക്ക് ലെസ്നർ സർവൈവർ സീരീസിൽ വരുമോ എന്നുള്ള കാര്യവും ഇപ്പോൾ ഡൗട്ടാണ്. പക്ഷെ റൂമറിൽ അങ്ങനെ പറയുന്നുണ്ട്. ഞാൻ വിചാരിക്കുന്നത് ബ്രോക്ക് ലെസ്നർ ചിലപ്പോൾ 2025 ആയിരിക്കും WWE വരാ എന്നാണ്.
എന്നാൽ ഇപ്പോൾ വന്നിട്ടുള്ള റൂമറിൽ സെത്തിനെ പ്രതീക്ഷിക്കേണ്ട എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ സാധിക്കില്ല. കാരണം ഇവർ മൊത്തത്തിൽ കാണിച്ചു വെച്ചിട്ടുള്ള സ്റ്റോറിയും എല്ലാം വെച്ച് നോക്കുമ്പോൾ സെത്ത് റോളൻസ് ആണ് സർവൈവർ സീരീസിൽ റോമൻ റെയിൻസിൻ്റെ ടാഗ് ടീം പാർട്ട്ണറായി വരാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ വേറെ ലെവലായിരിക്കും സർവൈവർ സീരീസ്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം സെത്തും റോമനും റീയൂണിയൻ ചെയ്താൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല, സർവൈവർ സീരീസ് ഫയർ ആയിരിക്കും. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് സെത്ത് റോളൻസ് ആണ് റോമൻ്റെ ടീമിൽ ആഡ് ആവാൻ പോകുന്നത് എന്നാണ്. കാരണം സ്റ്റോറി നോക്കുമ്പോഴും അങ്ങനെ എല്ലാം കണക്ട് ചെയ്ത് നോക്കുമ്പോഴും സെത്ത് തന്നെയാണ് ചാൻസ് ഉള്ളത്. അതുകൊണ്ട് സെത്ത് റോളൻസ് ആണ് പോൾ ഹെയ്മൻ്റെ കൂടെ സർവൈവർ സീരീസിൽ വരാൻ പോകുന്നത്. ഒരുപക്ഷെ അതിനു മുൻപുള്ള സ്മാക്ക് ഡൗണിലൊക്കെ വന്ന് സെത്ത് പ്രതികാരം ചെയ്തേക്കാം. എന്തായാലും സർവൈവർ സീരീസിൽ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ സംഭവം ഇരിക്ക്. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇവരിൽ ആരാണ് വരും എന്ന് തോന്നുന്നോ അവരുടെ പേര് കമൻറ്റ് ചെയ്യുക. സെത്താണോ, ബ്രോക്കാണോ, CM Punk ആണോ എന്ന്. എൻ്റെ പ്രഡിക്ഷൻ സെത്ത് റോളൻസ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നതിന് ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.